അല്ല, ബീഹാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം, ബീഹാറിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു ബീഹാറിയൻ സ്റ്റൈലിലാണ് അവിടെ നടക്കുക. അത് നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ ചില പ്രയാസങ്ങൾ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതിലേറ്റവും ഇടതുപക്ഷത്തിന് ഒരു ഭാഗികമായ തൃപ്തികരമായ കാര്യം, കൂടുതൽ സീറ്റ് മത്സരിക്കാൻ ഇടതുപക്ഷത്തിന് അവകാശമുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇടതുപക്ഷത്തിന് എത്ര സീറ്റ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനമായി കഴിഞ്ഞു. ഞങ്ങൾ അതിനപ്പുറം ഉള്ള അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. എന്നാൽ അത്തരം ചില സീറ്റുകളിലും ചില പരസ്പര മത്സരം വരുന്നുണ്ട്. അതൊഴിവാക്കാൻ സഹായകമായ ചർച്ചകൾ നടത്തുകയാണ് ഇടതുപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ. ഇപ്പം ഞാൻ ഡൽഹിയിൽ എത്തിയത് നിന്നാണ്, ഞങ്ങൾ കൂടിയാലോചിക്കുന്നുണ്ട്. ഘടക പാർട്ടികളായിട്ടുള്ള അവിടുത്തെ ഈ വിശാല മുന്നണിയെ നയിക്കുന്നത് RJD ആണ്. RJDയുടെ നേതൃത്വവുമായും കോൺഗ്രസ് നേതൃത്വവുമായും ഇടതുപക്ഷ പാർട്ടികളുടെ സംഭാഷണം ഉണ്ടാവും ഇന്നും നാളെയുമായി. അത്തരത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെറിയ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാതെ തുടർന്നാൽ പോലും ഈ വോട്ട് ചോർ ഖടി ഛോഡ് എന്ന മുദ്രാവാക്യം, തൊഴിലിൻ്റെ പ്രശ്നം എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. ബീഹാറിൽ തൊഴിലിൻ്റെ വലിയൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും തേജസ്വി യാദവ് ഈ തൊഴിലില്ലാത്ത യുവാക്കളുടെ പ്രശ്നമാണ് ശക്തമായിട്ട് ഉന്നയിച്ചത്. ഈ തെരഞ്ഞെടുപ്പിലും തൊഴിലില്ലായ്മ പ്രശ്നം ഏറ്റവും ഗൗരവമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അവിടെ പലതവണ പോയപ്പോൾ ജനങ്ങൾക്കിടയിൽ വളരെ അനുകൂലമായി തേജസ്വി യാദവിനും RJD നയിക്കുന്ന ഈ കൂട്ടുകെട്ടിനും അനുകൂലമായ ഒരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ടാണ് 10,000 രൂപ വീതം സ്ത്രീകൾക്കെല്ലാം കൊടുക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റുമെന്ന് അവർ നോക്കുന്നത്. അതൊന്നും ഒരു ചലനവും ഉണ്ടാക്കിയില്ല. ഈ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിലുള്ള കൂട്ടുകെട്ടിന് അഭിമാനകരമായ ഭൂരിപക്ഷം ബീഹാറിൽ ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ